ഇന്ത്യയിലുടനീളം കഴിഞ്ഞ ദിവസം എല്ലാവരും ഏറ്റെടുത്തൊരു സങ്കട വാർത്ത തന്നെയാണ് ജാനകിയമ്മയുടെ മരണവാർത്ത. ഇപ്പോൾ ഇതിനെക്കുറിച്ച് മലയാളത്തിലെ മിമിക്രി കലാകാരനും കോമഡി കലാകാരനും ഒക്കെയായ നിയാസ് ബക്കർ പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത്. മലയാളികൾക്ക് ജാനകിയമ്മയുടെ ശബ്ദം ഏറ്റവും കൂടുതൽ സുപരിചിതമാകുന്നത് ഒരുപക്ഷെ നവാസ് അത് അവതരിപ്പിച്ചപ്പോഴായിരിക്കും. ജാനകിയമ്മയുടെ ശബ്ദം ഏറ്റവും നന്നായി എടുക്കാൻ പറ്റുന്നത് മിമിക്രിയുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ അത് നവാസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാനകിയമ്മയുടെ മരണത്തോടൊപ്പം തന്നെ പലരും അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും ഈ ഒരു സമയം തൻ്റെ അനുജനെക്കുറിച്ചും ആലോചിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് തനിക്ക് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. ഈ ഒരു സമയത്ത് ജാനകിയമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അനുജനെക്കുറിച്ചും ഓർക്കുമല്ലോ. നവാസിനെക്കുറിച്ച് ഓർക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നിയാസ് പറയുന്നത്. ജാനകിയമ്മയുടെ ശബ്ദം അനുകരിക്കാൻ വളരെയധികം പ്രയാസമാണ്. ഞാൻ ആദ്യമൊക്കെ ഒരുപാട് ശ്രമിക്കുമ്പോൾ നടക്കാറില്ല. എന്നാൽ നവാസിന് അത് അനായാസന സാധിക്കുമായിരുന്നു. ജാനകിയമ്മയുടെ ഏത് രീതിയിലെ പിച്ചിൻ്റെ ശബ്ദവും എടുക്കാൻ നവാസിന് സാധിക്കുമായിരുന്നു. നവാസും ജാനകിയമ്മയും തമ്മിൽ അങ്ങനൊരു ബന്ധമുണ്ട്. പലർക്കും ജാനകിയമ്മയുടെ മരണം എന്ന് കേൾക്കുമ്പോൾ അതായിരിക്കില്ല ഓർമ്മ വരുന്നത്. എന്നാൽ എന്നെപ്പോലെയുള്ള പല മിമിക്രി കലാകാരന്മാർക്കും ഇപ്പോൾ അതുതന്നെയായിരിക്കും ഓർമ്മ വരിക എന്ന നിയാസ് ഓർമ്മിച്ചെടുക്കുന്നു. നവാസിനെക്കുറിച്ച് ഓർമ്മിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നൊന്നുമില്ല. ഞങ്ങളെല്ലാവരും നവാസിനെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ട്. എപ്പോഴും നവാസിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴോ ഒക്കെ തന്നെയും നവാസിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ മറന്നിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ഇതാണ് ഇപ്പോൾ നിയാസിൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ്. അദ്ദേഹം ജാനകിയമ്മയുടെ ഒരു പാട്ടുപാടി ഒപ്പം എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നവാസിനെ ഓർമ്മ വരുന്നുവെന്ന് പറയുന്നത് സത്യമാണ്. ജാനകിയമ്മയുടെ മരണമായി വാർത്തകൾക്ക് ഒരുപാട് പുറത്തു വന്നപ്പോൾ യൂട്യൂബിലെല്ലാം തന്നെ പഴയതായി വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നവാസ് പാടുന്ന ചില ഗാനങ്ങൾ തന്നെയാണ്. ഭൂരിഭാഗം സമയത്തും ജാനകിയമ്മയുടെ ശബ്ദം അനുകരിച്ചെത്തിയിരുന്നത് നവാസ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് മലയാളികളുടെ ഇടയിൽ അത്തരത്തിൽ പുറത്തു വരുന്ന ചില വീഡിയോകളിൽ തന്നെ നമുക്ക് നവാസിനെ കാണാൻ സാധിക്കുന്നത്. അതോടെ തന്നെ പ്രേക്ഷകർ ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഇത്തരം വാർത്തകളോടൊപ്പം വളരെയധികം പ്രാധാന്യം പുലർത്തുന്നുണ്ട് എന്നുകൂടി നമ്മൾ പറയണം. ഓരോ തവണയും പ്രേക്ഷകർ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കൂടി പറയണം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുകയും ചെയ്യുന്നത്. നവാസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ്. നിയാസിൻ്റെ വീഡിയോയിൽ തന്നെ അക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. നവാസിനെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിലും ഇവർക്ക് ഇത്തരത്തിൽ ഈ ചില താരങ്ങളുടെ ശബ്ദം നവാസ് എടുക്കുന്നതിനെക്കുറിച്ചും ഇത്തരത്തിൽ ചില അത്ഭുത പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുന്നതിനെക്കുറിച്ചുമാണ് പറയാനുള്ളത്. പിച്ച് മാറാതിരിക്കാനും ഹൈ പിച്ച് പോകുമ്പോഴൊക്കെ തന്നെയും ജാനകിയമ്മയുടെ ശബ്ദത്തിൽ തന്നെ നിൽക്കാനും വേണ്ടി അവൻ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് നിയാസ് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.